തായനേരി സ്കൂളിലെ കുട്ടികൾ ഫുട്ബോൾ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായി. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ, പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ നടന്ന സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 17 വിഭാഗത്തിൽ തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ചാമ്പ്യന്മാരായി. അടുത്തു തന്നെ പാലക്കാട് നടക്കുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തായനേരി സ്കൂളിലെ കുട്ടികൾ. മാങ്ങാട്ടുപറമ്പിൽ വെച്ച് നടന്ന സുബ്രതോ കപ്പ് ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ 12 ഉപജില്ലകളെ പ്രതിനിധീകരിച്ച് 12 ടീമുകളാണ് ഉണ്ടായിരുന്നത്. ഇതിലാണ് അണ്ടർ 17 വിഭാഗത്തിൽ മാടായി ഉപജില്ലയെ പരാജയപ്പെടുത്തി പയ്യന്നൂർ ഉപജില്ലയ്ക്ക് വേണ്ടി കളിച്ച തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായത്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്പോർട്സ് മേഖലയിൽ ഫുട്ബോൾ കൂടാതെ കൊക്കോ, അടുത്തതായി ക്രിക്കറ്റ് അക്കാദമിയും കൂടി ആരംഭിക്കുവാൻ പോവുകയാണ്. കൂടാതെ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചിട്ട് പ്ലേ ഗ്രൗണ്ട് നവീകരണത്തിനുള്ള സംവിധാനം തുടങ്ങുവാൻ ഉദ്ദേശിക്കുകയാണ്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള പരിശീലനത്തിലാണ് ഇപ്പോൾ തായനേരിയിലെ കുട്ടികൾ. കായികാധ്യാപകരായ രഘു ചീനേരി, മെഹ്റൂഫ് M എന്നിവരുടെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ഒരുങ്ങുന്നത്. ഒരു പ്രതീക്ഷയുണ്ട് ഈ വർഷം സംസ്ഥാന തലത്തിൽ നമുക്ക് സുബ്രതോ മുഖർജി കപ്പ് ഒരു പൊസിഷൻ വരുന്നില്ല. ഒരു തികഞ്ഞ ആത്മവിശ്വാസവും ഉണ്ട്. നല്ല ടാലൻ്റുള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇപ്പുറം മിനിഞ്ഞാന്ന് തൃശ്ശൂർ വെച്ച് നടന്ന സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ വിദ്യാലയത്തിലെ 3 കുട്ടികൾ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈഹാൻ ഇതിനു മുന്നേ കാസർഗോഡ് ജില്ലയ്ക്ക് വിൻ ചെയ്ത 2 പ്രാവശ്യം വിൻ ചെയ്ത ജൂനിയർ ടീമിലെ അംഗം കൂടിയാണ് റൈഹാൻ നല്ലൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ എല്ലാവരും സ്കൂളിലെ അണ്ടർ 15 വിഭാഗത്തിലെ കുട്ടികൾ ഫൈനലിലാണ് പരാജയപ്പെട്ടത്. വിജയികളെ ആനയിച്ച് വിദ്യാർത്ഥികൾ റാലിയും നടത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്, അതുപോലെ സ്മാർട്ട് കുട്ടികളും. അതെ, ഞാനും അഭിഷാദ് ഗുരുവായൂരും കൂടെ ആളുടെ പുതിയ ബെൻസിൽ പോണത് പയ്യന്നൂരേക്കാണ്. ഇവിടെ പയ്യന്നൂർ ഒരു കോളേജ് ഉണ്ട്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസും ആണ്, ഫാക്കൽറ്റി മെമ്പേഴ്സും ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനത്തെ സ്റ്റുഡൻസിന് കാണാൻ പണിയാണ്. അപ്പൊ എങ്ങനെയാണ് കാര്യം തുറന്ന് നോക്കിയാലോ? കം ആൻഡ് ഫോളോ. കുട്ടിയേക്കുള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ്സുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, പാരാമെഡിക്കൽ, മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ്, ഇവരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. അധിക പേരും ഏവിയേഷൻ സ്വപ്നം കണ്ടത്. സിമ്പിളാണ് ക്ലാസ് ഒക്കെ, എല്ലാവരും നല്ല ഫ്രണ്ട്സ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാ. ഈ റാഗിങ് അതൊന്നും അങ്ങനെയില്ല. പൈലറ്റ് ഒഴികെ ബാക്കി എല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്ലേസ്മെന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞത് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടേതാണ്.